നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടൽ. കാപ്പിമലയിലും ഉദയം കാണാക്കുണ്ടിലും ഉരുൾപൊട്ടി. ശക്തമായ മലവെള്ളപ്പാച്ചിൽ. മലയോരത്ത് പുഴകളിൽ ശക്തമായ നീരൊഴുക്ക്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പെയ്തൊഴിയാത്ത ദുരിതം. മൂന്നാം ദിനവും മാനം കറുത്തുതന്നെ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. മണ്ണിടിഞ്ഞും മതിലിടിഞ്ഞും അപകടങ്ങൾ നിരവധി. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോർപ്പറേഷൻ റോഡ് നിർമ്മാണം അഴിമതിയിൽ കുളിച്ചു മേയർ. ഭരണം കൈവിടും മുന്നേ സർവ്വവും കൈക്കലാക്കാനുള്ള തന്ത്രമെന്ന് MV ജയരാജൻ. റോഡുകൾ തകർന്നിട്ടും മൗനം വെടിയാതെ അധികാരികളെന്നും MV. വാർത്തകൾ വിശദമായി. കാപ്പിമലയിൽ ഉരുൾപൊട്ടൽ. വൈതൽകുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഉരുൾപൊട്ടിയത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ വെള്ളമാണ് പ്രദേശത്തേക്ക് ഒലിച്ചിറങ്ങുന്നത്. ആൾതാമസമില്ലാത്ത സ്ഥലമായതിനാൽ വൻ അപകടം ഒഴിവായി. മലവെള്ളപ്പാച്ചലിൽ നിരവധി ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചിട്ടുണ്ട്. ആലക്കോട് കാപ്പിമലയിൽ ഉരുൾപൊട്ടൽ. രാവിലെയായിരുന്നു സംഭവം. ശക്തമായ വെള്ളമാണ് പ്രദേശത്തേക്ക് ഒലിച്ചിറങ്ങുന്നത്. ആൾതാമസമില്ലാത്ത സ്ഥലമായതിനാൽ വലിയ അപകടം ഉണ്ടായിട്ടില്ല. എന്നാൽ നിരവധി ഏക്കർ സ്ഥലത്തെ കൃഷിയിടങ്ങൾ നശിച്ചിട്ടുണ്ട്. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കുതിച്ചൊഴുകിയ വെള്ളം ആലക്കോട് പുഴയിലേക്കാണ് എത്തുന്നത്. ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയിലാക്കുന്നുണ്ട്. ആലക്കോട് കരുവഞ്ചാൽ ടൗണുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. നിരവധി കടകളിൽ വെള്ളം കയറി. വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറിയിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാപ്പിമലയിലെ ഉരുൾപൊട്ടലിന് ശേഷം ചെറുപുഴ ഉദയം കാണാക്കുണ്ടിലും ഉരുൾപൊട്ടി. 4 വൈദ്യുത തൂണുകളും ടാർ ചെയ്യാത്ത റോഡും ഒലിച്ചുപോയി. അധികൃതർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. ജില്ലയിൽ ഇന്ന് വീണ്ടും ഉരുൾപൊട്ടി. പുളിങ്ങോം, ചൂരപ്പടവ്, ഉദയം കാണാക്കുണ്ടിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് ഉരുൾപൊട്ടിയത്. ആളപായമോ പരിക്കോ ഇല്ല. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ 4 വൈദ്യുത തൂണുകൾ ഒലിച്ചുപോയി. ഇതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. മണ്ണൊലിച്ച് റോഡിനും കേടുപാടുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. തളിപ്പറമ്പ് താലൂക്കിലെ ആലക്കോട് വെള്ളാട് വില്ലേജ് കാപ്പിമലയിലാണ് നേരത്തെ ഉരുൾപൊട്ടിയിരുന്നത്. ഇവിടെ 57 പേരെ മാറ്റി താമസിപ്പിച്ചിരുന്നു. വ്യാപക കൃഷിനാശവുമുണ്ടായി. കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തും കടവ് റോഡ് പാറ ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിൽ. കൂറ്റൻ പാറയാണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അപകട സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രക്കാർ ഏറെ അപകടം നിറഞ്ഞതാവുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടൽ. കാപ്പിമലയിലും ഉദയം കാണാക്കുണ്ടിലും ഉരുൾപൊട്ടി. ശക്തമായ മലവെള്ളപ്പാച്ചിൽ. മലയോരത്ത് പുഴകളിൽ ശക്തമായ നീരൊഴുക്ക്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പെയ്തൊഴിയാത്ത ദുരിതം. മൂന്നാം ദിനവും മാനം കറുത്തുതന്നെ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. മണ്ണിടിഞ്ഞും മതിലിടിഞ്ഞും അപകടങ്ങൾ നിരവധി. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോർപ്പറേഷൻ റോഡ് നിർമ്മാണം അഴിമതിയിൽ കുളിച്ചു മേയർ. ഭരണം കൈവിടും മുന്നേ സർവ്വവും കൈക്കലാക്കാനുള്ള തന്ത്രമെന്ന് MV ജയരാജൻ. റോഡുകൾ തകർന്നിട്ടും മൗനം വെടിയാതെ അധികാരികളെന്നും MV. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort.
Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. 3 ദിവസമായി തുടരുന്ന മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. വീടുകളിലേക്ക് വെള്ളം കയറിയും വീടിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണും നിരവധി അപകടങ്ങൾ നടന്നു. സബ് ജയിലിന് മുന്നിലെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി തുടരുന്നു. 3 ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. മഞ്ചപ്പാലത്തും പടന്നപ്പാലത്തും വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അഴീക്കോട് 3 നിരത്ത് ജനവാസ മേഖലകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് അണ്ടർപാസിലും പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അണ്ടർബ്രിഡ്ജിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇതുവഴിയുള്ള ഗതാഗതം വരും ദിവസങ്ങളിൽ തിരിച്ചുവിടും. മരം വീണും മതിലിടിഞ്ഞുമുണ്ടായ അപകടങ്ങൾ നിരവധിയാണ്. 12-ലധികം വീടുകൾ ഭാഗികമായി തകരുകയും മതിലിടിഞ്ഞ് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏച്ചൂർ മാച്ചേരിയിൽ വീടിന് സമീപത്തെ കുന്നിടിഞ്ഞ് വീണ് വീടിന്റെ സൺഷെയ്ഡിന് കേടുപാട് പറ്റി. മുണ്ടേരിയിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞ് വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ വീണ്ടും ലോറി താണു. ഗോപാൽ സ്ട്രീറ്റിലാണ് ചരക്ക് ലോറി കുഴിയിൽ താണത്. മാർക്കറ്റിലേക്ക് ലോഡുമായി വന്ന വണ്ടിയാണ് ഡ്രെയിനേജ് പൈപ്പിനായി എടുത്ത കുഴിയിൽ വീണത്. കഴിഞ്ഞ ദിവസമാണ് ഒണ്ടേൻ റോഡിൽ 3-ാം പീടികയ്ക്ക് സമീപം ലോറി കുടുങ്ങിയത്. മണൽ പള്ളിയാമൂലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വീട്ടുകാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ജില്ലയിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ചാലയിൽ വെള്ളം കയറി ബൈപ്പാസ് റോഡ് നിർമ്മാണം നടക്കുന്ന സമീപത്തെ പ്രദേശങ്ങളിലെ വീടുകളിലേക്കാണ് വെള്ളം ഇരച്ചു കയറിയത്. വെള്ളം കയറിയ വീടുകളിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മുഴപ്പിലങ്ങാട് എടക്കാട് മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കനത്ത മഴയിൽ ജില്ലയിൽ നാശനഷ്ടങ്ങൾ തുടരുകയാണ്. 12 വീടുകൾ ഭാഗികമായി തകരുകയും മതിലിടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറിയതിനാൽ നിരവധി കർഷകർക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ സിറ്റിയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിൽ. സിറ്റിയിലെ വെറ്റിലപ്പള്ളി വയൽ വലിയപുരയിൽ സജീറയുടെ വീടാണ് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അപകടാവസ്ഥയിലായത്. വീടിന്റെ ഭിത്തിയിൽ നിറയെ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയും മണ്ണിടിഞ്ഞാൽ വീട് തകരാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ണൂരിൽ ദുരന്ത നിവാരണ സേന തയ്യാറായി. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ മഴക്കെടുതികൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ നേരിടുന്നതിനായി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള 30-അംഗ ദുരന്ത നിവാരണ സേനയാണ് സജ്ജമായത്. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ മഴക്കെടുതികൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ നേരിടുന്നതിനായി ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ 30-അംഗ ദുരന്ത നിവാരണ സേന കണ്ണൂർ കോർപ്പറേഷനിൽ സജ്ജമായി. കാലവർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ അടിയന്തര സാഹചര്യങ്ങളെയും നേരിടുന്നതിനായി ഈ ടീം 24 മണിക്കൂറും സുസജ്ജമായിരിക്കും. ഇവരെ ഏകോപിപ്പിക്കുന്നതിനായി 3 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോർപ്പറേഷൻ പരിസരത്ത് യോഗം ചേർന്ന് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും മേയർ ടി ഒ മോഹനൻ നൽകിയിട്ടുണ്ട്. കാരണം അതിനകത്ത് ഡ്യൂട്ടി ടൈമൊന്നുമില്ല. രാത്രി വിളിച്ചാൽ രാത്രി വരാനും പകൽ വിളിച്ചാൽ പകൽ വരാനും സമയത്ത് ഏത് സമയത്ത് വിളിച്ചാലും പൂർണ്ണ സമയം അതിൻ്റെ നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഗൗരവപൂർവ്വമായ സമീപനം ഓരോന്ന് സ്വീകരിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാജേഷ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, സുരേഷ് ബാബു ഇളയാവൂർ, ക്ലീൻ സിറ്റി മാനേജർ പി ബൈജു തുടങ്ങിയവർ സംബന്ധിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 8075195462.
കണ്ണൂർ കോർപ്പറേഷൻ റോഡ് നിർമ്മാണത്തിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേട് മേയറുടെ അറിവോടെയാണ് നടന്നതെന്നും റോഡ് നിർമ്മാണം കമ്മീഷൻ വാങ്ങാൻ വേണ്ടി മാത്രം ചെയ്തതാണെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. CPM കണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കണ്ണൂർ കോർപ്പറേഷൻ ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണം കയ്യിൽ നിന്നും പോകുന്നതിന് മുന്നേ ഉള്ളതെല്ലാം കൈക്കലാക്കാനാണ് മേയർ ശ്രമിക്കുന്നതെന്ന് MV ജയരാജൻ പറഞ്ഞു. റോഡ് ടാർ ചെയ്യുന്നതിന് മുന്നേ യാത്രക്കാർ കുഴിയിൽ വീണും വ്യാപാരികളുടെ നേരെയും കടകൾക്ക് നേരെയും കല്ലുകൾ തെറിച്ചും അപകടങ്ങളുണ്ടായി. റോഡ് ടാർ ചെയ്തതിനു ശേഷവും അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള കടുംപെട്ട് കെട്ടി കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ്. സാധാരണഗതിയിൽ അന്തസ്സുള്ളവർ രാഷ്ട്രീയമായി ഇരു കക്ഷികൾ തമ്മിൽ ധാരണയുണ്ടാക്കിയാൽ ആ ധാരണ പ്രകാരം തീരുമാനം നടപ്പാക്കണം. പക്ഷെ ആ തീരുമാനം കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയില്ല. റോഡല്ല നിർമ്മിച്ചത്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാർ പണിയാണ് ഇവിടെ നടന്നത്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. കുറ്റക്കാരെ പേരിൽ നടപടിയെടുക്കണം. ഇതിലെ ഒന്നാമത്തെ പ്രതി കമ്മീഷൻ പറ്റി ഭരിക്കുന്ന മേയറാണ്. M പ്രകാശൻ അധ്യക്ഷനായി, N ചന്ദ്രൻ, KP സുധാകരൻ എന്നിവർ സംബന്ധിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസമായി തുടരുന്ന അതിതീവ്രമായ മഴ പ്രദേശത്തെല്ലാം വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവയ്ക്കുന്നത്. ഈ ഘട്ടത്തിൽ ഓടിയെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് മുന്നിൽ മരം മുറിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെയില്ലാത്തത് വലിയ പോരായ്മയായി പല പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കല്യാശ്ശേരി ബ്ലോക്കിൽ ചേർന്ന പഞ്ചായത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുക്കുകയും ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തത്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5425, പവന് 43,400, വെള്ളി 77 രൂപ. അറിയിപ്പ്. ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി ചെയർമാൻ ആൻഡ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നാളെ വരെ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പാലക്കയം തട്ട്, ഏഴരക്കുണ്ട്, ധർമ്മടം ബീച്ച്, ചാൽ ബീച്ച്, ചൂട്ടാട് ബീച്ച്, ടൂറിസം സെന്റർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് DTPC സെക്രട്ടറി അറിയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂലൈ 15-ന് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ ജ്വാല 2023 എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0497707610, 6282942066 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കെ സുധാകരന്റെ MPയുടെ പ്രാദേശിക നിധിയിൽ നിന്നും ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വാർഡ് 1831, പരിയാരം വാർഡ് 11, ചിറക്കൽ വാർഡ് 20, മാലൂർ വാർഡ് 14, കുറ്റിയാട്ടൂർ വാർഡ് 12 എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ 40% അതിൽ കൂടുതലോ വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാം. എഴുതി തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇലക്ട്രോണിക് വീൽ ചെയർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടില്ല CDPOയിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ജൂലൈ 10-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8281999015 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാലാവസ്ഥ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. റെഡ് അലർട്ട്
നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നിവയും മഞ്ഞ അലർട്ട് തുടരും. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 mm കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ വ്യാപകമായി ലഭിച്ച സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ, താഴ്ന്ന പ്രദേശങ്ങളിലും നഗരങ്ങളിലും വെള്ളക്കെട്ട് എന്നിവയുണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുജനം, സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതുമാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ, തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്നും മുൻകൂറായി അറിഞ്ഞു വെക്കേണ്ടതും അങ്ങോട്ടേക്കുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ kerala.gov.in എന്ന ലിങ്കിൽ ലഭ്യമാണ്. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണുകൊണ്ടുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുന്നേ വൈദ്യുതി അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസുകളിലേക്ക് പോകുന്ന കുട്ടികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1056 എന്ന നമ്പറിൽ KSEBയെ അറിയിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ്, ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും ഏത് തരത്തിലാണ് അലേർട്ടുകളെ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2023 വിശദീകരിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അലേർട്ടുകളിൽ മാറ്റം വരാവുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളും പരിശോധിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ 2 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ. കാപ്പിമലയിലും ഉദയം കാണാക്കുണ്ടിലും ഉരുൾപൊട്ടി. ശക്തമായ മലവെള്ളപ്പാച്ചിൽ. മലയോരത്ത് പുഴകളിൽ ശക്തമായ നീരൊഴുക്ക്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പെയ്തൊഴിയാത്ത ദുരിതം. 3-ാം ദിനവും മാനം കറുത്തു തന്നെ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. മണ്ണിടിഞ്ഞും മതിലിടിഞ്ഞും അപകടങ്ങൾ നിരവധി. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോർപ്പറേഷൻ റോഡ് നിർമ്മാണം അഴിമതിയിൽ കുളിച്ചു മേയർ. ഭരണം കൈവിടും മുന്നേ സർവ്വവും കൈക്കലാക്കാനുള്ള തന്ത്രമെന്ന് MV ജയരാജൻ. റോഡുകൾ തകർന്നിട്ടും മൗനം വെടിയാതെ അധികാരികളെന്നും MV.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.